യുവകോണിൽ മരണാസന്നമായ ജലസ്രോതസ്സുകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അബീഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റി, കുസാറ്റ്. ഒരേ സമയം തന്നെ ജീവാമൃതവും സർവനാശിനിയുമാകാൻ കഴിയുന്ന പഞ്ചഭൂതങ്ങളിലെ പ്രധാനിയാണ് ജലം. ശുദ്ധജലം ജീവൻ്റെ ആധാരമെങ്കിലും ഇന്നും 2.2 ബില്യൺ മനുഷ്യർക്ക് ആവശ്യത്തിന് ലഭ്യമാകാതിരിക്കുകയും മറുവശത്ത് തന്നെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ജലസ്രോതസ്സുകൾ മാലിന്യങ്ങളാൽ നിറച്ച് ഉപയോഗശൂന്യമാക്കുന്ന ജനതയാണ് നമ്മൾ. ജലം വിലമതിക്കുന്നത് അത് ജീവൻ്റെ ആധാരമായതുകൊണ്ട് മാത്രമല്ല, ജീവിതത്തിലെ ഒരു നിമിഷവും അവ ജീവനെ തൊടുന്നത് കൊണ്ടാണ്. ജീവജാലങ്ങളുടെ ദാഹമകറ്റുക എന്ന അടിസ്ഥാന ആവശ്യത്തിനൊപ്പം അതിന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കരുതലിൻ്റെയുമൊക്കെ ഉദാത്തമായൊരു മാനം കൂടിയുണ്ട്. ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിൻ്റെ പേരിൽ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. അതിനു പിന്നിൽ അതിൻ്റെ ആവശ്യകതയ്ക്കൊപ്പം ജലം ജീവൻ്റെ നാനാ തലങ്ങളിൽ സ്പർശിച്ചു പോരുന്നതിൻ്റെ പ്രാധാന്യം കൂടി വിലയിരുത്തുകയാണ്. എന്നാൽ ശുദ്ധജലത്താൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ കേരളീയർക്ക് ഭൂഗോളത്തിൻ്റെ മറുപുറത്ത് ശുദ്ധജലം കിട്ടാക്കനിയായി കുഴഞ്ഞു വീണും ചത്തുമലച്ചും ജീവനുകൾ മൺമറഞ്ഞു പോകുമ്പോൾ അത്തരം പരിതാപകരമായ അവസ്ഥകൾ നമുക്ക് പത്രങ്ങളിലെ ഒറ്റക്കോളം വാർത്തകൾ മാത്രമായി അവശേഷിക്കുകയാണ്. പക്ഷേ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ഈ സ്രോതസ്സുകൾ വരും കാലമെല്ലാം അതുപോലെ ഉണ്ടാകുമെന്ന് പറയുവാൻ കഴിയില്ല. ദിനംപ്രതി മലിനമായിക്കൊണ്ടിരിക്കുകയും കൊടും വേനലുകൾ ജലത്തിൻ്റെ ഉറവകളെ നമ്മുടെ മണ്ണിൽ നിന്നും അകറ്റുകയും ചെയ്യുമ്പോൾ നാം കരുതിയിരിക്കണം ആ പരീക്ഷണങ്ങൾക്കായി, അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾക്കുമായി. ഭൂമിയിൽ 2/3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും വെറും 3% മാത്രമാണ് ശുദ്ധജലം. അതിൽ തന്നെ 2.5% ജലമാകട്ടെ ജീവജാലങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി ലഭിക്കുന്നുമില്ല. മണ്ണിലും പോളാർ ഐസുകളിലും ഹിമാനികളിലും തളച്ചിടപ്പെട്ട് കിടക്കുകയാണത്. അതിൻ്റെയും ബാക്കിയായ വെറും 0.5% ജലം മാത്രമാണ് ലോകത്തെ കോടാനുകൂടി ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത്. ആ തുച്ഛമായ സ്രോതസ്സിൽ നിന്നാണ് മനുഷ്യൻ ജലം പാഴാക്കി കളയുന്നതും മലിനമാക്കുകയും ചെയ്യുന്നത് എന്ന ഗുരുതരമായ വീഴ്ചയാണ് ഒരുപക്ഷെ നാം ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ജലത്തിന് ആധ്യാത്മികവും മതാധിഷ്ഠിതവുമായ ചില മാനങ്ങൾ കൂടെയുണ്ട്. ക്ഷേത്രങ്ങളിലെ പവിത്ര വിഗ്രഹങ്ങൾ തഴുകി വരുന്ന തീർത്ഥജലവും പള്ളികളിൽ മാമോദിസ മുങ്ങുന്ന പുണ്യജലവും ഒക്കെ ജലവിശുദ്ധിയുടെ മറ്റു ചില തലങ്ങളാണല്ലോ. അത്തരത്തിൽ വിലയിരുത്തുമ്പോൾ ജലമെന്നത് വിശ്വാസികളുടെ പുണ്യം പേറുന്ന ചില ഉദാത്തമായ ബിംബങ്ങൾ കൂടിയാണ്. അവിടെയും ജലത്തിന് നിർവചനങ്ങൾ വ്യത്യസ്തമാവുകയാണ്. വാക്കുകൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായ ചില മാനങ്ങൾ കൈവരികയാണ്. ഭൂമി ഉരുകുകയാണ്. അസഹനീയമായ ചൂടിൽ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും വെന്തുരുകുകയാണ്. ഈ അവസരത്തിലാണ് കുട്ടനാട് പോലെയുള്ള പ്രദേശത്തേക്ക് ഒന്ന് പോകേണ്ടി വരുന്നത്. ജലസംഭരണികളാലും നെൽവയലുകളാലും ചുറ്റപ്പെട്ട ആ നാട്. തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ നിന്നും ഈ പച്ചപ്പ് നിറഞ്ഞ നാട്ടിലേക്ക് വിനോദസഞ്ചാരികളും എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ കൊടും ചൂടിൽ പച്ചപ്പും ജലത്തിൻ്റെ ആധിക്യവും ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊരു മറുവശമുണ്ട്, ഭീകരമായ ഒരു മറുവശം. അവിടെ ഏതാണ്ട് 90% വീടുകളിലും കുടിവെള്ളം ഇല്ല. അവിടെ റോഡ് സൗകര്യം എത്തുന്നതേയുള്ളൂ. എങ്കിലും ആ റോഡുകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുടിവെള്ളം പലയിടങ്ങളിലേക്കായി പൊന്നും വിലയ്ക്ക് എത്തിച്ചു നൽകുന്ന കുടിവെള്ള ടാങ്കറുകളാണ്. കാണുന്നിടത്തൊക്കെ ആറും തോടും കായലുമാണെങ്കിലും ആ വെള്ളം തുണി അലക്കുവാൻ പോലും ആവാതെ, എന്തിന് ഒന്ന് കാൽ കഴുകാൻ പോലും ആവാത്ത വിധം മലിനമായിരിക്കുന്നു. കുടിക്കാനുള്ള വെള്ളം വരെ പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ. ഇവിടങ്ങളിൽ ഒരു മഴ നന്നായൊന്ന് പെയ്താൽ പിന്നെ വെള്ളപ്പൊക്കമാണ്. പക്ഷേ ആ മഴ കനിഞ്ഞു നൽകുന്ന ജലമാകട്ടെ ആ മഴയോടെ എവിടേക്കോ അങ്ങ് ഒഴുകിപ്പോവുകയും ചെയ്യും. ഇനി കാര്യത്തിലേക്ക് വരാം. നാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ ഉണർത്തുന്ന ഒരു വിഷയം. 44 നദികൾ തലങ്ങും വിലങ്ങും ഒഴുകുന്ന 10,000 കുളങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ശുദ്ധജലം അന്യമാവാൻ പോകുന്ന ദിനങ്ങളായേക്കാം. ദീർഘവീക്ഷണമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികളുമൊക്കെ എത്രയോ നാളുകളായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ളമില്ലാത്ത ഒരു നാളെ നമുക്ക് വരാൻ പോകുന്നുവെന്ന്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിനായി ആയിരിക്കുമെന്ന് പറയപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് അധികം താമസിയാതെ ലോകം അടയാളപ്പെടുത്താൻ പോവുകയാണ്. ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ കേപ്പ് ടൗണിൽ 2023 ഏപ്രിൽ മാസത്തിന് ശേഷം ജലവിതരണം നടത്താൻ കഴിയില്ലെന്ന്
സർക്കാർ അറിയിച്ചിരിക്കുന്നു. ആ നഗരത്തെ ലോകത്തെ ആദ്യത്തെ ജലരഹിത നഗരമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം പെട്രോൾ വാങ്ങുന്ന മാതൃകയിൽ അവിടെ 20 ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന ബോട്ടിലുകൾ ലഭ്യമാണ്. കൂടുതൽ ജലം പൈസ നൽകിയാലും കിട്ടില്ല. അത്തരത്തിൽ വെള്ളം ആവശ്യപ്പെടുന്നവരെയും കൊള്ളയടിക്കുന്നവരെയും നേരിടാൻ പോലീസിനെയും സൈന്യത്തെയും വിന്യസിച്ചിരിക്കുന്നു. എന്തിന് എത്ര ദൂരം പോകണം? നമ്മുടെ അയൽപ്രദേശമായ ബാംഗ്ലൂരിൽ ജല ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ കുളിക്കാനായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ ഉത്തരവ്. 10 ലക്ഷം പേരുടെ വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇപ്പോഴും ജലത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. ആഫ്രിക്ക പോലെയുള്ള ഭൂഖണ്ഡങ്ങളിലും ഗൾഫ് നാടുകളിലും ജലസ്രോതസ് വളരെ കുറവായതിനാൽ തന്നെ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർ കുടിക്കാനുള്ള ജലം സംഭരിക്കുന്നത്. നമ്മുടെ കാര്യമോ? ഇത്രയേറെ ജലസമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്, അവിടെയും ഇത്തരത്തിൽ ജലത്തിൻ്റെ ലഭ്യത കുറയുകയാണെങ്കിൽ നാം സ്വയം ഒന്ന് പരിശോധിക്കണം, എവിടെയാണ് നമുക്ക് പിശക് പറ്റിയതെന്ന്. മനുഷ്യൻ ദാഹമകറ്റാൻ മാത്രമല്ല, പാചകത്തിനും കുളിക്കാനുമെന്ന് വേണ്ട നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ജലം നിറഞ്ഞൊഴുകാത്ത മണിക്കൂറുകൾ ഉണ്ടാവില്ല. അതികഠിനമായ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റി വരളുമ്പോൾ ദാഹമകറ്റാൻ പാറി പറന്നലയുന്ന പക്ഷികൾ, മൃഗങ്ങൾ, നാം മനുഷ്യൻ നികത്തി വീട് വെച്ച ഭൂമിയിലൂടെ പണ്ട് സ്വച്ഛമായി ഒഴുകിയിരുന്ന നദികളുടെ അസാന്നിധ്യം മൂലം നാട് വിട്ടുപോയ എത്രയോ നാട്ടുപക്ഷികൾ, വരാതായ ദേശാടന പക്ഷികൾ, അധ്വാനം ഏറെ എടുക്കാൻ സന്നദ്ധരെങ്കിലും ജലം കനിയാത്ത ഇടങ്ങളിൽ അത് കരുതി ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ സ്വർണം വിളയിക്കുന്ന കർഷകർ, കൊടുംവേനലിൽ കരിഞ്ഞുണങ്ങുന്ന വൃക്ഷലതാദികൾ, ഓരോരുത്തർക്കുമുണ്ട് ജലത്തിൻ്റെ വിലമതിക്കുന്നതിൻ്റെ കഥകൾ പറയുവാൻ. ഓരോരുത്തരും ജലത്തെ നെഞ്ചിലിടുന്നത് ഓരോ തരത്തിലാവും. പക്ഷേ അവയെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ജീവൻ്റെ നിലനിൽപ്പിലേക്ക് തന്നെയാണെന്നുള്ളതാണ് ഇവയിലെല്ലാം പൊതുവായ ഒരു കാര്യം. ഇതെല്ലാം കേട്ട് നമുക്ക് ഒന്ന് നെടുവേർപ്പിടാം, അല്ലെങ്കിൽ മുമ്പത്തേതുപോലെ നമ്മളെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്ന് കരുതി അവഗണിക്കാം. പക്ഷേ വാസ്തവം നാം ഉൾക്കൊണ്ടേ മതിയാകൂ. നാം നാളെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുവാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വെള്ളം കരുതാനും മഴവെള്ളത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാനും നാം പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ അവർ പഴിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയായിരിക്കും. മഴക്കുഴികളും ശുദ്ധിയാക്കി സംരക്ഷിക്കേണ്ട കുളങ്ങളും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സംരക്ഷിക്കേണ്ട നദികളും കായലുകളുമൊക്കെ നമ്മുടെ ഇന്നലകളിലെ അനുഗ്രഹം ആയിരുന്നെങ്കിൽ ഇന്ന് അത് നമ്മുടെ ബാധ്യതകളായിരിക്കുന്നു. മലിനമാകാത്ത ഒറ്റ ജലസ്രോതസ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഒരു നിമിഷം നാം വൈകിക്കൂടാ. ഈ ചൂടുകാലം കഴിയുമ്പോൾ പ്രകൃതി നമുക്ക് മഴ തന്ന് അനുഗ്രഹിക്കും. അത് പക്ഷേ വരുന്ന ഒരു വർഷത്തേക്കുള്ള റേഷനായിരിക്കാം. അവയെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും നല്ലൊരു ജലസംസ്കാരം നമുക്ക് രൂപപ്പെടുത്താം എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നു. ശുദ്ധജലം കിട്ടാക്കനിയാകുന്ന കാലത്തെ ഇവിടെ പരാമർശിക്കുമ്പോൾ നമ്മുടെ സമുദ്രങ്ങളുടെ അവസ്ഥയും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ജൂൺ 8 ലോക സമുദ്ര ദിനമായി നാം ആചരിച്ചു കഴിഞ്ഞു. സമുദ്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനും സമുദ്രത്തിൻ്റെ മലിനീകരണം കുറച്ച് അതിലെ വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കാനുമൊക്കെയാണ് 1992 കാനഡയിലെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഡെവലപ്മെൻറ്റ്സും ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡയും സംയുക്തമായി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റിൽ ഇത്തരത്തിലൊരു ദിനം ആചരിക്കുന്നതിനെക്കുറിച്ചുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. 2008 ആണ് ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചത്. പുതിയ പഠനങ്ങളനുസരിച്ച് സമുദ്ര ഉപരിതലത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രമാണ് താപനിലയുടെ കാര്യത്തിൽ മുമ്പൻ. ഇത് ചുഴലിക്കാറ്റിനും മറ്റ് തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഇടയാക്കുന്നു. നാം സമുദ്രദിനം ആചരിക്കുമ്പോൾ സമുദ്രത്തിൻ്റെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ആഴങ്ങളിലേക്ക് ഉയരുക എന്ന മുദ്രാവാക്യവുമായാണ് ഈ വർഷത്തെ സമുദ്രദിനം എത്തുമ്പോൾ ആ ആഴങ്ങൾ സമുദ്രത്തിൻ്റെയല്ല, പകരം ദിനംപ്രതി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിൻ്റെ പരിപാവനമായ ജീവൻ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കുവാനാണ് ലോകം ആഹ്വാനം ചെയ്യുന്നത്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെന്നറിയാമല്ലോ. കൂടാതെ ഭൂമിയിലെ ആകെയുള്ള ജലത്തിൻ്റെ 97% സമുദ്രങ്ങളിലെ ജലമാണ്. കരയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ജീവികളാണ് സമുദ്രങ്ങളിൽ വസിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലവും ജീവിക്കുന്നത് സമുദ്രത്തിലാണ്. ഇത്രയേറെ പ്രാധാന്യത്തിനൊപ്പം മറ്റൊരു വിശേഷണം കൂടിയുണ്ട് സമുദ്രത്തിന്. ഇന്ന് ലോകത്തെ ഏറ്റവും മലിനമായ പ്രദേശവും സമുദ്രം തന്നെയാണ്. കടൽ എന്നും അത്ഭുതങ്ങൾ നിറച്ചു വെച്ച ഒരു ലോകമാണ്. കടലിൻ്റെ ഓരോ വാർത്തകളും നിഗൂഢതകളും നമ്മെ എന്നും ത്രസിപ്പിക്കുമ്പോൾ കടലിനെപ്പറ്റി വെറും 5% മാത്രമേ നാം ഇതുവരെ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ
ഇനി എത്ര വിസ്മയങ്ങൾ കടൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കുന്നുകളും മലകളും അഗ്നിപർവ്വതങ്ങളും ഗുഹകളും എന്നു വേണ്ട വെള്ളച്ചാട്ടങ്ങൾ വരെയുണ്ട്. കരകളിലെ അത്ഭുതങ്ങൾ പോലെ കടലിനടിയിൽ അത്ഭുതങ്ങളുടെ കലവറ തന്നെയുണ്ട്. എങ്കിലും ഇപ്പോഴും കടലിൻ്റെ ആഴങ്ങളിലെ 95% കാര്യങ്ങളും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് സത്യം. കടലിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗം സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്പിപെലാജിക് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടം വരെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. കടലിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 198 മീറ്റർ വരെ ആഴത്തിൽ ഈ സോൺ. ഈ ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് പോകുന്തോറും സൂര്യപ്രകാശം മെല്ലെ ഇല്ലാതാകുന്നു. 198 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തിന് ട്വൈലൈറ്റ് സോൺ അല്ലെങ്കിൽ മീസോപെലാജിക് സോൺ എന്നാണ് പറയുന്നത്. കടലിൻ്റെ ആഴങ്ങളിലേക്ക് വരുന്തോറും മർദ്ദം കൂടി വരുമെന്ന് നമുക്കറിയാം. മീസോപെലാജിക് സോണിൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ 26 മടങ്ങ് മർദ്ദം കൂടുതലാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കുവാൻ കെൽപ്പുള്ള അത്രയും മർദ്ദം. അവിടെ നിന്നും 1 കിലോമീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെയുള്ള ആഴം പൂർണ്ണമായും സൂര്യപ്രകാശം ഇല്ലാത്ത ഇടമാണ്. മിഡ് നൈറ്റ് സോൺ അല്ലെങ്കിൽ ബാറ്റിപെലാജിക് സോൺ എന്ന് പറയപ്പെടുന്നു. സ്വയം പ്രകാശിക്കുന്ന ജെല്ലി ഫിഷുകൾ ഈ പ്രദേശത്താണ് കാണപ്പെടുന്നത്. വീണ്ടും താഴേക്ക് പോയാൽ, അതായത് 4 കിലോമീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെയുള്ള പ്രദേശം അബൈസോ പെലാജിക് എന്നാണ് അറിയപ്പെടുന്നത്. 1875 വരെ നാം കരുതിയിരുന്നത് കടലിൻ്റെ ആഴം ഇവിടെ വരെ മാത്രം ആണെന്നായിരുന്നു. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ മരിയാന ദ്വീപുകളുടെ കിഴക്കായി 200 കിലോമീറ്റർ അകലെയായി ഫിലിപ്പൈൻസിലും അമേരിക്കയ്ക്കും ഇടയിലായി ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിന് ഏകദേശം 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 11,000 മീറ്റർ, അതായത് 11 കിലോമീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രെഞ്ചിനടിയിലെ മർദ്ദം ഏകദേശം 1086 ബാസ് ആണ്. സമുദ്രത്തിനടിയിലേക്ക് സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന ദൂരം വെറും 1000 മീറ്ററുകൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി 10 കിലോമീറ്ററുകൾ അഗാധമായ ഇരുട്ടാണ് എന്നർത്ഥം. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിൻ്റെ ഉയരം 8840 മീറ്ററാണ്. ഉയരത്തിൻ്റെ അവസാന വാക്കായി നാം അടയാളപ്പെടുത്തുന്ന എവറസ്റ്റ് കൊടുമുടി ഈ ട്രെഞ്ചിൽ ഇറക്കി വെച്ചാൽ അതിനു മുകളിൽ 2000-ലധികം മീറ്ററുകൾ വീണ്ടും വെള്ളമുണ്ടാകും എന്ന് ഒന്ന് സങ്കല്പിക്കുക. അത്രമാത്രം ആഴങ്ങളിലാണ് മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത് സമുദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ശ്വാസകോശമാണ് സമുദ്രങ്ങൾ. ജീവികൾക്ക് വേണ്ട പകുതിയോളം ഓക്സിജനും തരുന്ന ജീവദാതാവ്. പുറന്തള്ളപ്പെടുന്ന 25% കാർബൺ ഡൈ ഓക്സൈഡും ആഗിരണം ചെയ്യുന്നതും സമുദ്രങ്ങൾ തന്നെ. മെഡിറ്ററേനിയൻ കടലാണ് ലോകത്തെ ഏറ്റവും മലിനമായ ജലാശയം. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച ജീവികൾ വരെ ലോകത്തുണ്ട്. അവയിൽ കൂടുതലും കടൽ ജീവികളാണ്. കടൽ ആമകൾ, ചില കടൽ പക്ഷികൾ, കടൽ സീലുകൾ എന്നിവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഫിലിപ്പൈൻസിൽ 2019 കടൽ തീരത്ത് ചത്തടിഞ്ഞ ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. നാം പുഴകളിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവസാനം ഒഴുകിയെത്തുന്നത് കടലിലേക്ക് തന്നെയാണല്ലോ. കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്തോറും മർദ്ദം കൂടി വരുന്നു. നാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം 1 അറ്റ്മോസ്ഫിയർ ആണ്. അടിയിലേക്ക് ഓരോ 10 മീറ്റർ പോകുന്തോറും 1 അറ്റ്മോസ്ഫിയർ മർദ്ദമാണ് വർദ്ധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള മരിയാന ട്രെഞ്ചിൻ്റെ മർദ്ദം സമുദ്ര ഉപരിതലത്തിനേക്കാൾ ഏതാണ്ട് 1100 മടങ്ങ് കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ശരീരം തവിട് പൊടിയാക്കുവാൻ തക്ക ശക്തമായ മർദ്ദം എന്നർത്ഥം. 1000 അടി ആഴത്തിൽ തന്നെ നമ്മുടെ ശരീരം തകരുമെങ്കിലും ആ ആഴത്തിൽ ചില മത്സ്യങ്ങൾ, സീ അനിമോൺ, സീൽ, ഞണ്ടുകൾ, തിമിംഗലം എന്നിങ്ങനെ ചില ജീവികൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള വായുവിലാണ് ഈ മർദ്ദം അനുഭവപ്പെടുന്നത്. നമ്മുടെ ചെവികൾ, സൈനസുകൾ, രക്തക്കുഴലുകൾ, ശ്വാസകോശം എന്നിവിടങ്ങളിലൊക്കെ വായു അടങ്ങിയിരിക്കുന്നു. എന്നാൽ മത്സ്യങ്ങളിൽ ശ്വാസകോശവും വായു അറകളും ഇല്ലാത്തതിനാലും ശരീരത്തിൽ ജലാംശം നിറഞ്ഞിരിക്കുന്നതിനാലും പുറത്തുള്ള ജലത്തിൻ്റെ മർദ്ദം അവയുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നില്ല. പക്ഷേ തിമിംഗലം, സീലുകൾ എന്നീ ജീവികൾക്ക് ശ്വാസകോശവും രക്തക്കുഴലുകളും ഉണ്ടെങ്കിലും ശ്വാസകോശത്തിൻ്റെ വായു രക്തത്തിലേക്കും പേശികളിലേക്കും ബലം പ്രയോഗിച്ച് മാറ്റുകയും അത് രക്തത്തിൽ അലിയിക്കുകയും ചെയ്യുന്നതിനാൽ മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നില്ല.
ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ആണെന്നാണല്ലോ നാം പഠിച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ കരയിലെ ഏറ്റവും വലുത് എന്ന് മാത്രം. ഹവായ് ദ്വീപുകൾക്കടുത്തായി കടൽ സ്ഥിതി ചെയ്യുന്ന മൗന കിയ എന്ന അഗ്നിപർവ്വതം സമുദ്രനിരപ്പിന് മേലെ 4207 മീറ്ററാണ്. സമുദ്രത്തിൻ്റെ അടിയിലെ ഭാഗം കൂടി കണക്കാക്കിയാൽ 10,000 മീറ്റർ ഉയരം. എവറസ്റ്റിൻ്റെ ഉയരം വെറും 8,849 മീറ്റർ മാത്രമാണ്. കടലിലെ മറ്റൊരു അത്ഭുതമായി മൗന കിയ സ്ഥിതി ചെയ്യുന്നു. ജലം വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നാം വിലമതിച്ചില്ലെങ്കിൽ നാളെ നാം കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവൻ തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ജലത്തെ സംരക്ഷിക്കാം.